നമസ്കാരം. നമ്മുടെ വീട്ടിൽ വരുമാനമുണ്ടെങ്കിലും പണം നിലനിൽക്കുന്നില്ലേ? കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ കയ്യിലൊന്നും ബാക്കിയാകുന്നില്ല. ചില വീടുകളിൽ ഒരു വിചിത്ര കാര്യമുണ്ട്. അവിടെ സമ്പത്ത് പതുക്കെ കൂടും, അഭാവം തോന്നില്ല. വീട്ടിലൊരു ശാന്തിയും സമൃദ്ധിയുമുള്ള അന്തരീക്ഷം കാണാം. അതിന് പിന്നിൽ വലിയ രഹസ്യമൊന്നുമില്ല, ചെറിയ ചില ശീലങ്ങൾ മാത്രം. ഇന്ന് ആ ശീലങ്ങളാണ് ഞാൻ പറയുന്നത്. വീഡിയോ അവസാനം വരെ. ലക്ഷ്മി കൃപയുടെ അടിസ്ഥാനം. സമ്പത്തിന്റെ ശക്തി എന്ന് നമ്മുടെ പാരമ്പര്യത്തിൽ പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ്. ലക്ഷ്മി വരുന്നത് പണത്തിന്റെ ശബ്ദം കേട്ടല്ല, വീട്ടിലെ ശുചിത്വം, പ്രകാശം, ശാന്തി ഇവ കണ്ടാണ് എന്നാണ് വിശ്വാസം. വെള്ളിയാഴ്ച ദിവസം ഒരു നെയ്വിളക്ക് തെളിയിക്കുക. അതിൻ്റെ സമീപത്തിരുന്ന് 108 പ്രാവശ്യം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം മുടങ്ങാതെ ജപിക്കുക. മന്ത്രത്തേക്കാൾ പ്രധാനമാണ് മനസ്സിന്റെ വിശ്വാസം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. തടസ്സം നീങ്ങിയാൽ മാത്രമേ ധനം കൈവരൂ. ഒരു കാര്യം മനസ്സിലാക്കണം, തടസ്സമുള്ള വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല. അതുകൊണ്ട് ആദ്യം ആരാധിക്കേണ്ടത് ഗണേശനെയാണ്. ഗണേശ ഭഗവാനെ കുറിച്ച് പ്രത്യേകിച്ച് ഹൈന്ദവരോട് പറഞ്ഞു നൽകേണ്ട ആവശ്യമില്ല. സർവവിഘ്നങ്ങളും മാറ്റുന്ന വിഘ്നേശ്വരനാണ് ഭഗവാൻ. ചൊവ്വാഴ്ച ദിവസം ഓം ഗം ഗണപതേയ നമഃ എന്ന് ജപിക്കുക. വീട്ടിൽ അനാവശ്യ വസ്തുക്കൾ നീക്കം ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ തടസ്സം പലപ്പോഴും നമ്മുടെ ശീലങ്ങളാണ്. വീട്ടിലെ ഊർജം മാറ്റുന്ന ശീലം. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ മനസ്സിന് ഒരു ശാന്തി തോന്നും. അത് അവിടെയുള്ള പോസിറ്റീവ് ഊർജം കൊണ്ടാണ്. തുളസി നട്ടു വളർത്തുക. തുളസി തറയിൽ സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുക. തുളസി മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. തുളസിയെ ലക്ഷ്മി ദേവിയായി കണക്കാക്കുന്നു. വീട്ടിലെ നെഗറ്റീവ് അന്തരീക്ഷം തന്നെ ഇത് മാറ്റിമറിക്കും. അഭാവ ചിന്ത ഒഴിവാക്കണം. വീട്ടിലെ അരിപാത്രം ഒരിക്കലും കാലിയാകരുത്. അഭാവം മനസ്സിൽ വരുന്നത് തന്നെ സമ്പത്ത് കുറയാൻ കാരണമാകും. എനിക്ക് മതിയുണ്ട് എന്ന ബോധമുണ്ടാകണം. അരിപാത്രത്തിൽ ഒരു നാണയം വയ്ക്കാം. ഇത് വെറും വിശ്വാസമല്ല, മനഃശാസ്ത്രം കൂടിയാണ്. പണത്തിനോടുള്ള ആദരവ്. നമ്മൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേഴ്സ് അശുദ്ധിയായി വെക്കുന്നു, പണം വളച്ചിട്ട് കളയുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വീട്ടിൽ പണം നിൽക്കാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പണം ഒരിക്കലും ചവിട്ടാനിടവരരുത്. ഇതൊരു ഊർജമാണെന്ന് കരുതി ആദരിക്കുക. എല്ലാത്തിനും പ്രധാനം വിശ്വാസമാണ്. വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കും. കുബേര പ്രാർത്ഥന. സമ്പത്തിന്റെ ദേവൻ കുബേരൻ എന്നാണ് പറയപ്പെടുന്നത്. വ്യാഴാഴ്ച ഒരു ചെറിയ പ്രാർത്ഥന. വീട്ടിലെ വടക്ക് വശം വൃത്തിയായി സൂക്ഷിക്കുക. വ്യാഴാഴ്ച ദിവസം ഓം കുബേരായ നമഃ എന്ന മന്ത്രം 108 തവണ മുടങ്ങാതെ ജപിക്കുക. വാസ്തുവിശ്വാസത്തിൽ വടക്ക് ധനത്തിന്റെ ദിശയാണ്. ഇവിടെ വളരെ ശുചിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. സമ്പത്തിന്റെ രഹസ്യം ദാനമായി കരുതുന്നു. ഒരു വലിയ രഹസ്യം പറയാം. മാസത്തിൽ ഒരിക്കലെങ്കിലും അന്നദാനം ചെയ്യുക. ദാനം നൽകുന്ന കയ്യിൽ കുറവ് വരില്ല എന്നത് വെറും പഴമൊഴിയല്ല. ഏറ്റവും പ്രധാന കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മന്ത്രം മാത്രം കൊണ്ട് പണം വീഡിയോ കണ്ട് വിളക്ക് തെളിയിച്ചിരുന്നാൽ സമ്പത്ത് വരില്ല. കഠിനാധ്വാനം വേണം, ചിലവ് നിയന്ത്രണം വേണം, സംരക്ഷണശീലവും വേണം. പ്രാർത്ഥന മനസ്സിന് ആത്മവിശ്വാസം നൽകും. ആത്മവിശ്വാസം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ശരിയായ തീരുമാനങ്ങളാണ് സമ്പത്ത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ആത്മീയതവും പരിശ്രമവും ഇവ രണ്ടും കൂടിയാൽ മാത്രമേ യഥാർത്ഥ സമൃദ്ധി വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.